കുറച്ച് വലിയ ഡ്യൂറേഷൻ ആയിരുന്നു ഇത്. ആ സമയത്ത് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പെർഫോമൻസ് പറ്റാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുന്നോട്ട് പോകാനുള്ളൊരു ഇത് തന്നത് വീട്ടുകാരും കൂടെയുള്ളവരും വിശ്വസിച്ച ആ വിശ്വാസം തന്നെയാണ്. അവരുടെ അടുത്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കിട്ടുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, സ്വയം കമ്പയർ ചെയ്യുക. ഒരു മാസം മുമ്പ് നമ്മളെങ്ങനെയാണോ അതിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സെൽഫ് കമ്പാരിസൺ കൂടുതൽ ചെയ്യുക. എൻ്റെ പേര് അഭിലാഷ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ റേസിൽ ആദ്യമായിട്ട് വരുന്നത്. SSC CGL എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ലക്ഷ്യത്തോടെയാണ് വന്നത്. വരുന്ന സമയത്ത് ഇങ്ങോട്ട് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ബിടെക്കാണ്. പക്ഷേ ബിടെക്ക് 4 വർഷം കഴിഞ്ഞതോടെ ആ പരിപാടി പറ്റില്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. വീട്ടിലൊരു 6 മാസത്തോളം ബിടെക് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ജോലി നോക്കാനുള്ള ഒരു ഇതിലിരുന്നിട്ടുണ്ട്. പക്ഷേ അത് ശരിയാവില്ല എന്ന് മനസ്സിലായതോടെയാണ് വേറെ എന്ത് നോക്കാമെന്നുള്ളൊരു മൈൻഡിൽ ഗവൺമെൻറ് ജോബിലേക്ക് നോക്കുന്നത്. SSCയുടെ സിലബസ് നോക്കിയപ്പോൾ അത് കുറച്ചുകൂടെ കണക്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം മാത്സ് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് പോസ്റ്റ് നോക്കിയ സമയത്ത് 2-3 പോസ്റ്റുകൾ കണ്ടപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയിരുന്നു. ആ 2-3 പോസ്റ്റുകളിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്കുള്ള ഒരു ഇതാണ് ഈ റിസൾട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ റേസിൽ വന്ന സമയത്ത് റേസിലെ മെൻറ്റേഴ്സ് ആണെങ്കിൽ കൂടുതൽ കണക്റ്റിംഗ് ആയത്. പിന്നെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കലും നടന്നിട്ടില്ല. പഠിച്ച അത്രയും റേസിൽ ലാബിലും ലൈബ്രറിയിൽ ഇരുന്ന് തന്നെയാണ്. പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വന്ന സമയത്തുള്ള മെൻറ്റേഴ്സ് കുറച്ചുകൂടെ കണക്റ്റിംഗ് ആയിരുന്നു. അവരൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. GK ഇംഗ്ലീഷൊക്കെ പഠിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് പഠിക്കൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഒരുമിച്ച് നിന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പിന്നെ വന്ന സമയത്തുള്ള ആ ഫ്രണ്ട്സ് സർക്കിൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെൻറ്റേഴ്സും ആ ഫ്രണ്ട്സ് സർക്കിളും തന്നെയാണ് ഇന്ന് ഈ റിസൾട്ടിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പഠിക്കാനും കൂളായിട്ടിരിക്കാനും പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഇത്രയും കണക്റ്റിംഗ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നല്ല റോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് വലിയ ഡ്യൂറേഷൻ ആയിരുന്നു ഇത്. ആ സമയത്ത് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പെർഫോമൻസ് പറ്റാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുന്നോട്ട് പോകാനുള്ളൊരു ഇത് തന്നത് വീട്ടുകാരും കൂടെയുള്ളവരും വിശ്വസിച്ച ആ വിശ്വാസം തന്നെയാണ്. അവരുടെ അടുത്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കിട്ടുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിലവർ വിശ്വസിച്ചിരുന്നു. റേസിൽ വന്ന സമയത്ത് രാവിലെ തൊട്ട് ഉച്ച വരെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം തൊട്ട് രാത്രി വരെ ലാബിലും ലൈബ്രറിയിലായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അന്ന് ലാബിലുണ്ടായിരുന്നവരോ ഡൗട്ട് ചോദിച്ചും മെൻറ്റേഴ്സിനോട് ഡൗട്ട് ചോദിച്ചൊക്കെ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. വേറെ സോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സ്ട്രീം സർക്കിൾ നല്ല രീതിയിൽ ഉപകരിച്ചിരുന്നു. എക്സ്ട്രീം സർക്കിൾ ഞാൻ 2 തവണ ഇരുന്നായിരുന്നു. ഒരു തവണ ഇരുന്ന് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എക്സാം ആയ സമയത്ത് അടുത്ത എക്സ്ട്രീമിൻ്റെ കൂടെ കയറി ഇരുന്നിട്ടൊക്കെയാണ് കുറച്ചുകൂടെ റെഡിയാക്കിയത്. പിന്നെ ലാബിലാണ് പിന്നെ ആ ബേസിക് സർക്കിൾ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ സമയത്ത് പിന്നെ ലാബിൽ തന്നെ ഇരുന്ന് രാവിലെ വരെ രാത്രി വരെ ലാബിലിരിക്കുക, അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള ഫെസിലിറ്റി ലാബിലുണ്ടായിരുന്നു. ഒരു ദിവസം മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പഠിച്ച കാര്യങ്ങളും ഈ എക്സാമിന് നമ്മളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളത്. അതിനും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളവരാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ആദ്യം മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് മാർക്ക് പ്രതീക്ഷിച്ചത് വളരെ കുറവായിരുന്നു. ഞാൻ വിചാരിച്ചതും പഠിച്ചു കഴിഞ്ഞപ്പോൾ മാത്സ് അത്യാവശ്യം സ്ട്രോങ് ആയതെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്സിന് അത്യാവശ്യം മാർക്ക് കിട്ടുന്നുള്ള രീതിയിലാണ് മോക്ക് ടെസ്റ്റ് ചെയ്തത്. മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് മാത്സിനായിരുന്നു ഏറ്റവും മാർക്ക് കുറവ്. പിന്നെ ഇംഗ്ലീഷിനൊക്കെ വിചാരിച്ച മാർക്ക് കൂടുതൽ കിട്ടി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ധാരണ എല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ കൂടുതൽ മോക്ക് ടെസ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. പ്രീവിയസ് ഇയറാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പഠിക്കുന്ന സമയത്താണെങ്കിലും പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ട് പ്രീവിയസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാത്സ് ഒക്കെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിരുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ പ്രീവിയസ് ഇയർ ആണ് ആദ്യം പഠിച്ചു തീർത്തത്. പിന്നെ GK എല്ലാം പ്രീവിയസ് ഇയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചത്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം മാത്സിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലായത്. CGL 4 സെക്ഷനിൽ GK ഇംഗ്ലീഷായിരുന്നു കുറച്ച് ടഫായിട്ട് തോന്നിയത്. അതിൽ GK തന്നെയായിരുന്നു കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയത്. അത് ഒറ്റയ്ക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് ഇവിടെ ഉണ്ടായിരുന്ന സർക്കിളിലുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്നും മെൻറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നും ഒക്കെ തന്നെയാണ് GK ഇംഗ്ലീഷ് പഠിച്ച് റെഡിയാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് എക്സാം എഴുതിയത് CGL ആയിരുന്നു. CGL എഴുതിയ സമയത്ത് Tier 1 കയറി. പക്ഷേ Tier 2 ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് തന്നെ ഒരു എക്സാമിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒന്ന് CGL ഒന്നും പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് വന്നാൽ ആ ഒരു പഠിത്തത്തിന് ഫ്ലോ പോകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിൽ തന്നെ ഫോക്കസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്ട്രാക്ഷൻ ആവുന്ന എലമെൻറ്റ്സ് എന്താണെങ്കിലും അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പഠിക്കുന്നവരോട് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അത് ആദ്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത് എലിമിനേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ടെമ്പററി ആയിട്ടാണെങ്കിലും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നമ്മളിതിൽ SSCനെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതല്ല, അത് എത്രത്തോളം നമുക്കത് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ച് ആ ഒരു ഫ്ലോ നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെപ്പം ആദ്യം തൊട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ സമയത്തും ആ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ റേസിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പഠിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. വേറെ നമ്മൾ വരുന്നത് എങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ മാർക്ക് ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളൊരു സാധനം ആ ഏർലി സ്റ്റേജിലുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇവിടുത്തെ ഫെസിലിറ്റി സഹായിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ലാബിലാണെങ്കിൽ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ തോന്നുമായിരുന്നു. പിന്നെ കൂടെ ഉള്ളവരാണെങ്കിലും സർക്കിളുള്ളവരായിരുന്നാലും അവരൊക്കെ പഠിക്കുന്നുണ്ടാകുമ്പോൾ പഠിക്കാൻ തോന്നുമായിരുന്നു. ഇപ്പോൾ പഠിക്കാനൊരു മൈൻഡിലാത്ത സമയത്താണെങ്കിൽ അവർ GK നോക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോക്കാമെന്ന് പറയുമ്പോൾ അവരെ കൂടെ പോയിരുന്ന് നോക്കാൻ പറ്റിയിരുന്നു. ഒരു ഡിഗ്രി കഴിഞ്ഞ് ഗ്യാപ്പ് വന്ന് നിൽക്കുന്ന സമയത്ത് കാണുമ്പോൾ ജോലി ആയില്ലെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം അത് ഓർക്കുന്ന നാട്ടുകാരും കുടുംബക്കാർക്കും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവരൊന്നും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുള്ളൊരു സ്വയം ബോധ്യമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക, സ്വയം വിശ്വസിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സ്വയം വിശ്വാസം ഇല്ലാതെ അതിന് വേണ്ട 100% എഫേർട്ട്
കൊടുക്കാൻ പറ്റില്ല. ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിതിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 100% കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കുക, ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. പിന്നെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, സ്വയം കമ്പയർ ചെയ്യുക. ഒരു മാസം മുമ്പ് നമ്മളെങ്ങനെയാണോ അതിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള സെൽഫ് കമ്പാരിസൺ കൂടുതൽ ചെയ്യുക. വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, അയാളെങ്ങനെ പഠിക്കുന്നുണ്ട്, അയാൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ട് എന്നുള്ള കമ്പയർ ചെയ്യാതിരിക്കുക. അതിൽ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്നത്, ഓരോരുത്തർ ഓരോ മെത്തേഡ്സ് ആയിരിക്കും, ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്, അതിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മെൻറ്ററാവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ മെൻറ്റേഴ്സിനെ കണ്ടിട്ട് തന്നെയാണ്, അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് മെൻറ്ററായാൽ എങ്ങനെയായിരിക്കും ഒരു എക്സ്പീരിയൻസ് ആലോചിച്ചിരുന്നു. പക്ഷേ മെൻറ്ററായ സമയത്ത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ സ്റ്റുഡൻസ് ഡൗട്ട് കേൾക്കുന്ന സമയത്ത് ആ ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെ കുറച്ച് എഫേർട്ട് വന്നിട്ടുണ്ട്. മീൻസ് അതിന് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ചുകൂടെ നോളജ് വൈഡാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ അവരുടെ സൈഡിൽ നിന്നാണെങ്കിലും എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്ന സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ SSC എക്സാമിലേക്ക് ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ 2-3 പോസ്റ്റുകളുണ്ട്, അതിലേക്ക് ഇപ്പോഴെത്താൻ സാധിച്ചിട്ടില്ല. ഡ്രീം ജോബ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കേണ്ടതുണ്ടെന്നും കുറച്ച് അപ്രോച്ചുകൾ മാറ്റേണ്ടതുണ്ടെന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ആ വഴിയിൽ കിട്ടിയൊരു നല്ല റിസൾട്ടായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. പഠിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം ചിലപ്പോൾ നമ്മളെ റിസൾട്ട് നമ്മൾ ഡിമോട്ടീവ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിർത്തിയാലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഫസ്റ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് നിർത്തിയാലും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നിർത്താതിരിക്കുക. റിസൾട്ട് വേണമെന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എക്സാമിനെ ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഫേർട്ട് ഇടുക, വീണ്ടും പഠിക്കുന്ന ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കാതിരിക്കുക. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, അത് മൈൻഡ് ആക്കാതിരിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്തോറും ആ ഡീമോട്ടിവേഷന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യാനാണ് വേണ്ടത്. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ദിവസം ഒരു റിസൾട്ടിൽ എത്തും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായുള്ള കാര്യം. പിന്നെ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി ആയാലും ലൈബ്രറി ആയാലും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടൈം വേസ്റ്റേജ് കുറയ്ക്കുക. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ ആ എക്സാം നമുക്ക് വേണ്ട രീതിയിൽ എഴുതാൻ പറ്റിയില്ല എന്നാൽ കുറച്ച് കാലം ഒരു ബ്രേക്ക് എടുത്തേക്കാൻ വിചാരിച്ച് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ആദ്യം പഠിച്ച പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യമായ ബ്രേക്കുകൾ ഒഴിവാക്കുക, ആവശ്യത്തിന് മാത്രം ബ്രേക്ക് എടുക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് എണ്ണം മാക്സിമം കൂട്ടുക. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. എത്ര എക്സാം എക്സ്പീരിയൻസ് ഉണ്ടോ അത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ CGL നോക്കുന്നതെങ്കിൽ CGL മാത്രമേ എഴുതൂ എന്ന് വിചാരിക്കാതെ എല്ലാ SSCൻ്റെ എക്സാംസ് എഴുതാൻ നോക്കുക. എക്സാം എക്സ്പീരിയൻസ് നല്ല റോൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിന് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, വീട്ടുകാർ, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ കോളേജിലെ ഫ്രണ്ട്സ്, പിന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ നന്ദി. പിന്നെ കൂടെ വന്നവർക്ക് നന്ദി, തള്ളി പറഞ്ഞവർക്ക് നന്ദി, പുച്ഛിച്ചവർക്ക് നന്ദി. താങ്ക്സ് ടു അനന്ത റിസ്ക് കാലിക്കറ്റ്.